പ്രിയപ്പെട്ട അമ്മമാരെ, ഇന്നത്തെ തിരക്കുകൾക്കിടയിൽ നമ്മൾ ഒരു നിമിഷം ആത്മാഭിമാനത്തെക്കുറിച്ച് ചിന്തിക്കാൻ മാറ്റിവെക്കുകയാണ്. നമുക്കൊരു ഉപമ നോക്കാം. ഒരമ്മ ഒരു സ്വർണ്ണ നാണയം കയ്യിലെടുക്കുന്നു എന്ന് സങ്കല്പിക്കുക. അതും അമൂല്യമായ സ്വർണത്തിൽ തീർത്തതാണ്. നിങ്ങളുടെ സ്വയം വില അഥവാ സെൽഫ് വർത്ത് ഈ സ്വർണ്ണ നാണയം പോലെയാണ്. നമ്മൾ സാധാരണയായി ചിന്തിക്കുന്നത് വീട് നല്ല വൃത്തിയായി, കുട്ടികൾ ഹോംവർക്ക് എല്ലാം കൃത്യമായി ചെയ്തു, ഞാൻ ഇന്ന് നന്നായി പാചകം ചെയ്തു, അപ്പോൾ എൻ്റെ മൂല്യം വലുതാണ്. ഇത് കേട്ട് നിങ്ങൾക്ക് ചിരി വരുന്നോ? കാരണം അടുത്ത നിമിഷം ഇതല്ലായിരിക്കും അവസ്ഥ. ഒരമ്മ ഒരുപാട് കാര്യങ്ങൾ ഒറ്റയ്ക്ക് ചെയ്യുന്നു. ചിലപ്പോൾ തിരക്കിനിടയിൽ വീടാകെ മണ്ണും പൊടിയും നിറഞ്ഞതുപോലെ അലങ്കോലപ്പെട്ട് കിടക്കാം. പലപ്പോഴും നമ്മൾ സ്വയം കുറ്റപ്പെടുത്തും, ഞാനൊരു നല്ല അമ്മയല്ല, എനിക്കൊന്നിനും കഴിയുന്നില്ല. ഇനി ഈ ഉപമയിലേക്ക് തിരിച്ചു വരാം. നിങ്ങളുടെ കയ്യിലുള്ള സ്വർണ്ണ നാണയം അഥവാ നിങ്ങളുടെ മൂല്യം എടുത്ത് മണ്ണിലിട്ട് ഒന്ന് ചവിട്ടി എന്ന് കരുതുക. ആ നാണയത്തിന്റെ മുകളിൽ നിറയെ ചെളിയും പൊടിയുമായി. ചെളി പുരണ്ടത് കൊണ്ട് ആ സ്വർണ്ണ നാണയത്തിന്റെ യഥാർത്ഥ വില കുറയുന്നുണ്ടോ? ഇല്ല. ആ നാണയം തുടച്ച് വൃത്തിയാക്കിയാൽ അതിന്റെ ഭാരമോ അതിലെ സ്വർണത്തിന്റെ അളവോ അതിന്റെ വിപണി മൂല്യമോ ഒട്ടും കുറയുന്നില്ല. അതുപോലെ തന്നെയാണ് നിങ്ങളും. നിങ്ങൾ ചെയ്യുന്ന ജോലികളാണ് വീടും ജോലിയുമെല്ലാം. ആ ജോലികൾ അലങ്കോലമാവുകയോ വൃത്തികേടാവുകയോ ചെയ്യുന്നത് ആ സ്വർണ്ണ നാണയത്തിൽ ചെളി പുരളുന്നത് പോലെയാണ്. നിങ്ങളുടെ മൂല്യം എന്നത് നിങ്ങൾ ചെയ്യുന്ന കാര്യങ്ങളുമായി ബന്ധപ്പെട്ടതല്ല. നിങ്ങൾ ആരാണോ ആ വ്യക്തി എന്ന നിലയിൽ നിങ്ങളുടെ സ്നേഹം, കരുതൽ, ബുദ്ധി, ക്ഷമ എന്നിവയുടെ എല്ലാം ആകെത്തുകയാണ് നിങ്ങളുടെ സ്ഥിരമായ മൂല്യം. വീട് വൃത്തിയാവാത്തതിന്റെ പേരിൽ നിങ്ങളുടെ സ്വർണ്ണവില ഒരിക്കലും കുറയുന്നില്ല. ആ നാണയം പോലെ നിങ്ങൾ എപ്പോഴും അമൂല്യമാണ്. ഇന്നു മുതൽ വീട്ടുജോലിയുടെ ചെളി നിങ്ങളുടെ സ്വർണ്ണ നാണയത്തെ മറയ്ക്കാൻ അനുവദിക്കരുത്. നിങ്ങളുടെ മൂല്യം സ്ഥിരമാണ്. ഓർക്കുക, നിങ്ങൾ ചെയ്യുന്ന ജോലിയല്ല, നിങ്ങളാണ് അമൂല്യമായ വ്യക്തി. ഇന്നത്തെ ഈ ടിപ്പ് നിങ്ങൾക്ക് ഉപകാരപ്പെട്ടെങ്കിൽ തീർച്ചയായും ലൈക്ക് ആൻഡ് കമന്റ് ചെയ്യണേ. താങ്ക്